ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഒത്തിരി പഠിച്ചിട്ടും നല്ലൊരു ജോലിയില്ലാതെ വേദനിക്കുന്ന അനേക മക്കള് ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവര്, ജീവിതം തകർന്നു പോയെന്നോർത്ത് നിരാശപ്പെട്ട് കഴിയുന്നവര്, ഇങ്ങനെയൊക്കെയുള്ളവർക്കായി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റിയ ഏതാനും തിരുവചനങ്ങളാണ് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. വിശ്വസിച്ച് ഏറ്റെടുത്തു പ്രാർത്ഥിക്കുന്നവരിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം പ്രവർത്തിക്കും. ദൈവം നിങ്ങൾക്ക് മുൻപിൽ പുതിയ വഴികൾ തുറന്നു തരും, ഉറപ്പാണത്. വചനം ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജീവിതത്തിൽ വലിയ ഉയർച്ചകളുണ്ടായ അനേക മക്കളെ എനിക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് നല്ലൊരു ജോലിയോ വരുമാന മാർഗമോ ഇല്ലാതെ വേദനിച്ച സമയത്ത് ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് ദുഃഖിച്ചപ്പോൾ ഈശോ എൻ്റെ മുന്നിൽ കാട്ടിത്തന്ന ഒരു തിരുവചനമുണ്ട്. പല വീഡിയോകളിലും ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ച വചനമായിരുന്നു അത്. യെശയ്യായുടെ പുസ്തകം 45-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ഇന്നും ഈ വചനം ഏറ്റുപറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട്. ഉള്ളില് വലിയ ഒരു പ്രതീക്ഷ, സന്തോഷം നിറയാറുണ്ട് ഈ വചനം ഞാൻ ഏറ്റുപറയുമ്പോൾ. ഈ വചനം എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നാളുകളിൽ ദിവസവും ഞാൻ ഈ വചനം പല ആവർത്തി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 1.5 മാസം ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം പോലും കാണാത്ത വിധത്തിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ടു. ജീവിതത്തിൻ്റെ റൂട്ട് തന്നെ കർത്താവ് തിരിച്ചുവിട്ടു എന്നുള്ളതാണ്. പുതിയ വഴികൾ എനിക്ക് മുൻപിൽ തുറക്കപ്പെട്ടു. കഷ്ടതയുടെ നാളുകളൊക്കെ കടന്നുപോയി. ഫിലിപ്പി 4:19 വചനം എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായി. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം പിന്നെ നൽകി. പ്രിയമക്കളെ, ഇന്ന് പലതിനെക്കുറിച്ച് ഓർത്തും നിങ്ങൾ ഇന്ന് ഒത്തിരി വേദനിക്കുന്നുണ്ടെങ്കിൽ, കടഭാരം നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിൽ, ഈ നാളുകളും കടന്നു പോകും. ഈ ദിനങ്ങളെല്ലാം കടന്നു പോകും. നിന്നെ രക്ഷിക്കാൻ നിന്റെ ദൈവത്തിന് ഒരൊറ്റ നിമിഷം മതി. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കൂ. വചനം നിന്നിൽ മാംസം ധരിക്കട്ടെ. ജീവിതം അത്ഭുതമായി മാറട്ടെ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വിരചിതമായ ഗ്രന്ഥമാണ് ബൈബിളെങ്കിലും അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്നത്തെ കാലത്തും ഏറെ പ്രയോജനപ്രദമാണ്. ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും മുന്നോട്ടു പോകാൻ കഴിയാതെ നിൽക്കുന്ന അവസരങ്ങളിൽ നമുക്ക് ഈ തിരുവചനങ്ങൾ നൽകുന്ന ഊർജം തെല്ലും നിസ്സാരമൊന്നുമല്ല. മുന്നോട്ട് കുതിക്കാനും മനസ്സിലെ നിരാശ തുടച്ചു നീക്കാനും പ്രത്യാശയോടെ ജീവിതത്തെ കാണാനും എല്ലാം തിരുവചനം നമുക്ക് ശക്തിയും പ്രേരണയും നൽകുന്നുണ്ട്. യുവജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട ഒരു ഘട്ടമാണ് ജോലി അന്വേഷണത്തിൻ്റേത്. ആപ്ലിക്കേഷനുകൾ അയച്ചും ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തും ഒരിടത്തു നിന്നും പ്രത്യാശഭരിതമായ സൂചനകളൊന്നും ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ആത്മീയമായ അടിത്തറയില്ലാത്തവർ പലരും അമ്പെ നിരാശപ്പെട്ടു പോകും. ഇത്തരക്കാരാണ് ഈ തിരുവചനങ്ങൾ ഉറക്കേറ്റു പറഞ്ഞ് നിരാശയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതും അനുഗ്രഹത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കേണ്ടതും. ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കളൊക്കെ ഇന്ന് ഞാൻ പറയുന്ന ഈ തിരുവചനങ്ങൾ, അല്ലെങ്കിൽ മുന്നോട്ടിനി എന്ത്, ഭാവി ജീവിതം എന്തു ചെയ്യണമെന്നൊക്കെ ഓർത്ത് ആകുലപ്പെട്ട് നിൽക്കുന്ന മക്കളൊക്കെ ഇന്ന് ഈ തിരുവചനങ്ങൾ, ഞാൻ പറയുന്ന തിരുവചനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോളൂ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മറ്റൊരു വചനം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. മറ്റൊരു വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം അധ്യായം 3-6 തിരുവചനം. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും.
നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും. മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. ഇനി മറ്റൊരു തിരുവചനമാണ്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് കേട്ടോ ഇത്. യെശയ്യായുടെ പുസ്തകം 59 അധ്യായം 1 തിരുവചനം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. വലിയ പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ ഞാൻ ഈ വചനം ഓർക്കും, ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കും. ദൈവം വളരെ വേഗം അത് പരിഹരിക്കാറുണ്ട്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഇനി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്ന മറ്റൊരു വചനമാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച വചനം. യെശയ്യായുടെ പുസ്തകം 45 അധ്യായം 2-3 തിരുവചനങ്ങൾ. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. പ്രിയമക്കളെ, ഈ തിരുവചനങ്ങളൊക്കെ നിങ്ങൾ ആവർത്തിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഈ വചനങ്ങൾ ചൊല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചവർക്കെല്ലാം അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെയും കൈവിടില്ല. നിങ്ങളുടെയും പ്രാർത്ഥന ദൈവം കേൾക്കും. ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ വചനക്കൊന്തയുടെ രൂപത്തിൽ നിങ്ങൾക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് ഏറെ അനുഗ്രഹപ്രദമാണ്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.